നമ്മൾ ബിസി ആവുന്ന ടൈം നോക്കിയിട്ട് നമ്മളെ വീട്ടുകാർ നമ്മളങ്ങ് വിളിക്കും. നമ്മളൊക്കെ അപ്പൊ കോൾ എടുക്കാൻ പറ്റില്ല. ചില സമയത്ത് നമ്മുടെ ഫോൺ സൈലന്റ് ആയിരിക്കുന്ന ടൈമിൽ നോക്കി ഇവരിത് കറക്റ്റ് നമ്മൾ ബിസി ആവണം എപ്പോഴാണോ അപ്പൊ വിളിക്കും. കോൾ എടുത്തില്ലെങ്കിൽ ഓരോ പറച്ചില്ല. സമയത്ത് നമ്മളെ വിളിച്ചിട്ട് നമ്മൾ കാണാണ്ട് നമ്മൾ ചിലപ്പോൾ 1 മിനിറ്റ് കഴിയുമ്പോൾ കാണും. 1 മിനിറ്റ് ഒക്കെ ഉള്ള കോളായിരിക്കും. തിരിച്ച് 10 കോൾ ചെയ്താലും ഇവരെടുക്കൂല. എന്നിട്ടുണ്ടല്ലോ ഡയലോഗൊക്കെ കേൾക്കണം. ഇൻ കേസ് വേറൊരു കാര്യം പറയട്ടെ, ചില സമയത്ത് നമുക്ക് നമ്മുടെ അമ്മയുടെ നമ്പർ ആയിരിക്കും നമ്മളെ പല കാര്യത്തിന് കൊടുക്കുന്നത്. നമ്മൾ OTPക്ക് വിളിക്കണം, എടുക്കൂല. അതിന് നമ്മൾ ഇവിടെ കിടന്ന് ചത്ത് പറഞ്ഞാലും അവരാ കോൾ എടുക്കൂല. എടാ അതിന് OTPക്കൊക്കെ വേണ്ടി വിളിക്കണം. ഇനി നമുക്കൊരു അർജന്റ് സിറ്റുവേഷനിൽ നമുക്ക് അമ്മയുടെ ആവശ്യമുണ്ട്, ആ ഫോൺ വേണം, അവർ കോൾ എടുക്കണം എന്നുള്ള സിറ്റുവേഷൻ അവരെടുക്കൂല. അതിനെ ഞാൻ പരാതി പറഞ്ഞു. അപ്പൊ അറിയാം അവിടുത്തെ തനി കോണം. അല്ലെങ്കിൽ നമ്മൾ വിളിച്ചാൽ കോൾ എടുക്കൂല. അല്ലെങ്കിൽ നിനക്കിപ്പോ എത്ര തിരക്ക്, നമ്മൾ കോൾ എടുത്തിട്ടുള്ള തിരക്കൊക്കെ മതി. നീ കളക്ടർ ആവാനൊന്നല്ല പഠിക്കുന്നത് ഇത്രക്ക് തിരക്കുണ്ടാവാൻ വേണ്ടിയിട്ട്. ഒരു ടീം മറ്റൊരു ടീം ഉണ്ട് എന്നറിയാം. അല്ലെങ്കിലും നമ്മളൊന്നും ഇപ്പൊ ആർക്കും വേണ്ട. നമ്മൾ വിളിച്ചാൽ ആരും കോൾ എടുക്കൂല. ഇതെന്താണ് ദൈവം മറ്റേ കോഡ് ചെയ്തിട്ട് വിട്ടേക്കാണ് അവര് തലച്ചോറില്. കറക്റ്റ് ഞാൻ കുറെ വട്ടം എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. നമ്മൾ ബിസി ആവുമ്പോ എന്റെ ഫ്രണ്ട്സിന്റെ അച്ഛനമ്മക്ക് ഇപ്പൊ അവരെ വിളിക്കുമ്പോ അവർ കറക്റ്റ് കുളിക്കാൻ കയറുമ്പോ അല്ലെങ്കിൽ ബിസി ആവുമ്പോ ആ ടൈമിലൊക്കെ വിളിക്കും. അവരെ വിളിച്ചാൽ കിട്ടിയില്ലെങ്കിൽ എന്നെ വിളിക്കും. ഉണങ്ങാനും സൈലന്റ് ആന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിനക്ക് എന്തിനാ ഒരു ഫോൺ മേടിച്ചു തന്നെ ആ ഫോൺ ഒന്ന് കത്തിച്ചു കളഞ്ഞു എന്നൊക്കെ പറയാം. കണ്ടില്ല എന്ന് പറയാൻ പറ്റൂല. കാരണം ഇവരെന്താ പറയുക, 24 മണിക്കൂറും ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കണം. നീ ഞങ്ങൾ വിളിക്കുമ്പോൾ മാത്രം എങ്ങനെയാ കോള് കാണാത്തേന്ന് ചോദിക്കും. നമ്മുടെ വീട്ടുകാരുടെ വായിന്ന് കേൾക്കുന്ന തെറികളുണ്ടല്ലോ, തെറികളും ആക്ഷേപങ്ങളും. അതിന്റെ ഒക്കെ മുൻപിൽ ഇൻസ്റ്റഗ്രാമിൽ വരുന്ന കമന്റും പേഴ്സണൽ മെസ്സേജും ഒന്നുമല്ല നമ്മളെ തളർത്താൻ നോക്കുന്നത്. ഇൻസ്റ്റയിൽ വന്ന് കുറെ പേര് തെറി വിളിയും കമന്റ് ഒക്കെ ഇട്ടിട്ട്, എടാ ഇതിനപ്പുറം വീട്ടിൽ നിന്ന് ഡെയിലി കേൾക്കുന്നുണ്ടടാ. എനിവേസ് ഇതുപോലെ കഷ്ടപ്പെടുന്ന കുറെ ആൾക്കാരുണ്ടെന്ന് അറിയാം എനിക്ക്. അപ്പൊ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കണ്ടേരെ. ബൈ.